ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കാളിന്തിയിലേക്ക് പോകാം. തിരുനെല്ലിയിലെ കാളിന്തി, ബ്രഹ്മഗിരിയുടെ മകളായ കാളിന്തി, അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു മനോഹരമായ പെയിൻറ്റിങ് പോലെയില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കാളിന്തി. കാളിന്തിയും ഞാനും തമ്മിൽ ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. പണ്ട് അച്ഛന് ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടി ആദ്യമായി ജോയിൻ ചെയ്തത് തിരുനെല്ലി ആശ്രമ സ്കൂളിലായിരുന്നു. അതിന് സമീപത്തുകൂടിയാണ് കാളിന്തി ഒഴുകുന്നത്. കുഞ്ഞുനാളിൽ ഇവിടെ വരാനും ഇവിടെ താമസിക്കാനും ഒരു ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ക്വാർട്ടേഴ്സ് ആശ്രമ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ്. അതിന്നും അതുപോലെ തന്നെ അവിടെ നിലനിൽപ്പുണ്ട്. പണ്ട് ഈ റോഡോ അതിന് പുറകിലായിട്ട് കാണുന്ന പമ്പ് ഹൗസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ധാരാളം മരങ്ങളും ഇതുപോലുള്ള പുൽത്തകിടികളുമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതിന് നടുവിലൂടെയായിരുന്നു കാളിന്തി അന്ന് ഒഴുകിയിരുന്നത്. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇവിടെയും വന്നിട്ടുണ്ട്. എന്നാലും ഒരുപാട് സൗന്ദര്യം പേറി അവൾ ഇന്നും അതുപോലെ ഒഴുകുകയാണ്. മഴക്കാലത്ത് കുത്തിയൊലിച്ച് രൗദ്രഭാവം കൊണ്ടൊഴുകുന്ന കാളിന്തിയെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന രീതിയിൽ മന്ദം ഒഴുകുന്ന കാളിന്തിയെ ഞാൻ കണ്ടിട്ടുണ്ട്. മഴക്കാലത്ത് നമുക്ക് ശരിക്കും പേടി തോന്നും. അത്രയ്ക്ക് ഭീകരമായൊരു രീതിയിലാണ് ഇവൾ ഒഴുകാറ്. കാളിന്തിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്, ഏത് വേനൽക്കാലത്തും എത്ര ചൂടായ സമയങ്ങളിലും ഈ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു തണുപ്പാണ്. അത്രയേറെ ക്ഷീണിതനായി വന്നാലും ഇവിടെ ഒന്ന് ഇറങ്ങി കുളിച്ചാൽ ആ ക്ഷീണമൊക്കെ എവിടെ പോകുന്നുവെന്ന് നമുക്കൊരു അത്ഭുതമായിട്ടുള്ളൊരു തോന്നലുണ്ടാകും. എനിക്ക് ഒരുപാട് തവണ അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. അത്രയേറെ ഒരു കുളിർമയാണ് ഈ ജലത്തിന്. പിന്നെ പറയാനുള്ളത് ഈ ഒരു ജലത്തിൻ്റെ നിറമാണ്. നമ്മളിവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു കറുത്ത നിറത്തിലായിട്ടാണ് കാളിന്തി ഒഴുകുന്നതായിട്ട് കാണുന്നത്. പണ്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, കാളിയമർദ്ദനത്തിന് ശേഷം കാളിയൻ്റെ വിഷം കലർന്നുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്നൊക്കെ. അങ്ങനെയല്ല കേട്ടോ, അതൊന്നും നടന്നത് ഇവിടെയല്ല. ഇത് പാറകൾക്കിടയിലൂടെ ഒഴുകുന്നതുകൊണ്ടാണ്. പിന്നെ അടിയിലെ കല്ലുകൾക്ക് കറുത്ത നിറമാണ്. അതുകൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നത്. ഞാനവിടെ കുറേ നേരം ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത്രയ്ക്കും നമുക്ക് നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അത്രയും മനോഹരമാണ്. കാരണം നമുക്കവിടെ നിന്ന് തിരിച്ചു പോകാനേ തോന്നില്ല. ഇതാ കാണുന്നതാണ് ബ്രഹ്മഗിരി മല. അവിടെ നിന്നാണ് കൊച്ചു കൊച്ചു അരുവികളായി കൂടിച്ചേർന്ന് ഈ രീതിയിൽ കാളിന്തിയായിട്ട് ഒഴുകുന്നത്. ശരിക്കും എന്താണെന്ന് തോന്നുന്നത് വെച്ചാൽ, ഒരച്ഛൻ മകളെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന പോലാണ് എനിക്ക് ആ ബ്രഹ്മഗിരിയും കാളിന്തിയും തമ്മിൽ കാണുമ്പോൾ തോന്നുന്നത്. ഞങ്ങൾ പണ്ട് കുളിക്കാൻ വന്നിരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഞാനും അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും പിന്നെ ഞങ്ങളിവിടുത്തെ കുറേ പരിചയക്കാരായ ചേട്ടന്മാർ, രാജുവേട്ടൻ, കുട്ടേട്ടൻ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പണ്ട് ഞങ്ങളിവിടെ വന്ന് കുളിക്കുമായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാനേ എനിക്ക് തോന്നാറില്ല. കാരണം അത്രയ്ക്ക് നമ്മളൊരു മനസ്സിനൊരു ശാന്തമാക്കുന്ന ഒരു പ്രകൃതിയും ആ വെള്ളം ഒഴുകുന്ന ഒരു ശബ്ദവും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. പല സ്ഥലങ്ങളിലും അത്യാവശ്യം ആഴമുണ്ട്. പിന്നെ പാറകളൊക്കെ നല്ല രീതിയിൽ തെന്നിക്കിടക്കുന്നതാണ്. വീണ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പരിക്ക് പറ്റും. അപ്പോൾ അങ്ങനെ വരുന്നവരൊക്കെ അങ്ങനെ ആ രീതിയിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. പിന്നെ ദയവ് ചെയ്ത് പ്ലാസ്റ്റിക്കോ മറ്റ് വേസ്റ്റുകളൊന്നും ഇവിടെ ഉപേക്ഷിക്കാതിരിക്കുക. കാരണം അത്രയ്ക്ക് മനോഹരമായൊരു ഇടമാണ്. അത് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അഭിപ്രായങ്ങളൊക്കെ എഴുതുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം.